സ്കൂൾ സമയമാറ്റത്തിൽ ഉറച്ച സർക്കാർ ഈ വർഷം മാറ്റമുണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിവിധ മതസംഘടനകളുമായി വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് ചർച്ച നടത്തിയിരുന്നു. ചർച്ചയിൽ ഭൂരിഭാഗം സംഘടനകളും സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിച്ചതായും സമസ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മാസമാണ് സർക്കാർ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കുമായി പ്രവൃത്തി സമയം 15 മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ സമയമാറ്റത്തിനെതിരെ സമസ്ത രംഗത്ത് വന്നു. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ ക്ലാസ് സമയം നീട്ടുന്നത് മതപഠനത്തിന് തടസ്സമാകുമെന്ന കാരണമുയർത്തിയായിരുന്നു എതിർപ്പ്. പിന്നാലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും രംഗത്തു വന്നു. സംസ്ഥാന സർക്കാരിന്റേത് ഫാസിസ്റ്റ് സമീപനമെന്നാരോപിച്ച് സുന്നി നേതാവ് നാസർ ഫൈസി കൂടത്തായും മതസംഘടനകളുടെ ആവശ്യം ന്യായമെന്ന് മുസ്ലിം ലീഗും നിലപാടെടുത്തതോടെയാണ് മതസംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയത്. ചർച്ചയിൽ ഭൂരിഭാഗം സംഘടനകളും സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിച്ചതായും സമസ്തയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഇത്രയും ദിവസം ബോധ്യപ്പെടാത്തതുകൊണ്ടാണല്ലോ അവർ ചർച്ചയ്ക്ക് വരികയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. അങ്ങനെ ഒരു ഉപാധിയൊന്നും വച്ചിട്ടില്ല. അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ പറയാൻ പറ്റുന്ന ഉപാധികളായിരിക്കില്ല. ഇപ്പം നിലവിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പരാതി അടുത്ത വർഷം പരിശോധിക്കുമെന്ന് പറഞ്ഞെങ്കിലും ആർക്കും അത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ചർച്ചയിൽ പൂർണ്ണ തൃപ്തരാണെന്നാണ് സമസ്ത പറഞ്ഞത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. മതസംഘടനകൾക്ക് വഴങ്ങരുതെന്ന നിലപാട് നേരത്തെ തന്നെ സർക്കാർ എടുത്തിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.